എന്നാലും എന്നോട് ഇത്രയും വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ സിദ്ധുവിന് തോന്നിയല്ലോ. വലിയ രഹസ്യമല്ല, എത്ര ചെറുതാണെങ്കിലും പ്രഭ അറിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമെന്ന് ഹരിയേട്ടൻ അറിയായിരുന്നു. അമ്മയും മകനും തമ്മിലുള്ള രഹസ്യം കുറെ കാലം ഞങ്ങളും അറിഞ്ഞില്ലല്ലോ. നന്ദൻ കൊലപാതകയാണെന്നാ ഞാൻ പോലും അറിഞ്ഞത്. നന്ദന്റെ ഭാര്യ എപ്പോഴാ അറിഞ്ഞത്? സിദ്ധു, പഴയതൊന്നും പറഞ്ഞ് ഇനി തർക്കിക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. തർക്കമല്ല ചന്ദ്രമതി, നന്ദനൊരു ആപത്ത് വരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയല്ലേ എല്ലാരും ഓടി നടക്കുന്നത്. അത് മനസ്സിലാക്കണ്ടേ? സോറി സിദ്ധു. ആ അതുപോട്ടെ, ഇപ്പൊ തന്റെ വിഷമമൊക്കെ മാറിയില്ലേ? ഇനി ഈ കാര്യം മറ്റാരും അറിയാതെ നോക്കണം. അല്ല സിദ്ധു, ഇങ്ങനൊരു നീക്കം നടത്താൻ എന്താ കാരണം? ആദ്യ ദിവസം ഇവിടെ വന്നത് മുതൽ ഹരിയേട്ടൻ ഈ കേസിന്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. നന്ദൻ പറയുമ്പോഴല്ല കാര്യങ്ങളെന്ന് ഹരിയേട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു. നന്ദൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്ന് നന്ദന്റെ വാദം ഹരിയേട്ടൻ ആദ്യമേ തള്ളിക്കളഞ്ഞു. മറ്റാരൊക്കെയോ നന്ദന്റെ കൂടെ ഉണ്ടെന്നും ഹരിയേട്ടൻ തെളിവുകൾ വെച്ച് വാദിച്ചു. അങ്ങനെ ഹരിയേട്ടനാണ് ഈ നീക്കങ്ങളുടെ ആദ്യ അവസാന കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തത്. ദേവികയും ശാരികയും ഹരിയേട്ടന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യം ചെയ്തു. ഞങ്ങളെ കൂടാതെ ഗിരീഷിന് മാത്രമേ ഈ സത്യങ്ങളെല്ലാം അറിയൂ. പ്രഭയോട് കാര്യങ്ങൾ അറിയിച്ചാലും പ്രഭ വിശ്വസിക്കത്തില്ല എന്നറിയായിരുന്നു. ചിലപ്പോ നേരിട്ട് പോയി കാണണമെന്ന് നിർബന്ധം പിടിക്കും. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൃത്യമായിട്ട് അഭിനയിക്കാൻ പറ്റാതെ വരും. സംസാരത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും ചിലരെങ്കിലും ഊഹിക്കും നന്ദനെ എല്ലാവരും അറിഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന്. പക്ഷേ ഇതിപ്പോ ഒരു മകനെ നഷ്ടപ്പെട്ട യഥാർത്ഥ ദുഃഖം പ്രഭയിലുണ്ടായിരുന്നു. അത് സാഹചര്യങ്ങളെ ഒരുപാട് സഹായിച്ചു. പ്രഭേ, നമ്മളിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചതിന് സിദ്ധുവിനോടും ദേവികയോടും ഒക്കെ നന്ദി പറയാൻ നമ്മൾ ചെയ്യേണ്ട. എല്ലാരും അറിയാതിരുന്നതുകൊണ്ടാ നല്ല രീതിയിൽ ഇതുവരെ എത്തിയത്. സിദ്ധു, ഞാൻ ബഹളം കാണിച്ചതിനും വഴക്ക് കൂടിയതിനൊന്നും എന്നോട് ദേഷ്യം തോന്നരുത്. ദേഷ്യമോ? താനൊരു അമ്മയല്ലേ? ഒരമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം എത്ര ആഴത്തിലുള്ളതാണെന്ന് എനിക്ക് കാണാൻ സാധിച്ചു. തന്നോട് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. പ്രഭേ, ഇനി നീ എന്തിനാ വിഷമിക്കുന്നേ? നന്ദനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ദേ, ഒന്ന് ചിരിച്ചേ. ഗിരി, എനിക്ക് ചന്ദ്രോത്ത് പോണം. എന്തിന്? ഒരിക്കൽ പോയതല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്തു. കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. നീ സമാധാനായിട്ടിരിക്കേ, എനിക്കും കുറച്ച് സമാധാനം എന്താ. ഗിരി, എനിക്ക് തർക്കിക്കാൻ വയ്യ. നമ്മൾ തമ്മിൽ പിണങ്ങിയാലും ശരി, എനിക്ക് ചന്ദ്രോത്ത് പോയേ പറ്റൂ. കുറച്ചു ദിവസം ഞാനവിടെ നിൽക്കാം. നന്ദൻ മടങ്ങിയെത്തിട്ട് ഞാൻ തിരിച്ചു വരാം. രജനി, നീ ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടമാണ്. തോന്നുമ്പോ നീ അവിടേക്ക് പോയിട്ട് എന്താ കാര്യം? ഇവിടെ ഇരിക്കുമ്പോ ഓരോ ദുർചിന്തകൾ എന്റെ മനസ്സിലോട്ട് കടന്നു വരുവാ. നീ അവിടെ പോയിരുന്ന ദുർചിന്തകളൊക്കെ വരാതിരിക്കുവോ? ഒന്നും ചിന്തിക്കാതിരുന്ന ഒരു ചിന്തയും വരില്ല. ഗിരി, എന്താ ഇങ്ങനെ പറയുന്നേ? അമ്മയ്ക്കും അച്ഛനും ഇപ്പൊ ഒരു കൂട്ട ആവശ്യം. ഞാൻ പോയിട്ട് വരാം ഗിരി, പ്ലീസ്. എന്നാ പിന്നെ പോയിട്ട് വാ. എന്താടാ? ഒരു സ്വയം തരില്ലെന്ന് വെച്ചാ ഒന്ന് സ്വയം കാര്യങ്ങൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റണം. എന്താ? അമ്മേ, രജനിക്ക് വേണ്ടി ചന്ദ്രോത്ത് പോണോന്ന്.
അവിടെ കൂട്ട കുഴപ്പത്തിലിരിക്കുക. അതിനിടെ ചെന്ന് അവിടുത്തെ സങ്കടം കൂടെ കൂട്ടാന്നല്ലാതെ വേറൊരു പ്രയോജനവും ഇല്ല. ആ, ഞാൻ പ്രതീക്ഷിച്ചു അടുത്ത കരച്ചിലായിരിക്കും. എന്റെ രജനി, നീ കാര്യമൊന്ന് മനസ്സിലാക്ക്. നന്ദനെ ഉറപ്പായും കണ്ടുപിടിക്കും. അവനൊന്നും സംഭവിച്ചിട്ടില്ല. പ്രഭ മാഡമാണല്ലോ വിളിക്കുന്നത്. ഹലോ മാഡം. ഗിരീഷ് വീട്ടിലാ? അതെ. എന്താ മാഡം? രജനി എടുത്തുണ്ടോ? ആ, രജനി അടുത്തുണ്ട്. എന്താ മാഡം? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. ഇവിടെ ഞാനും രജനിയും കൂടി ഒരു തർക്കം നടക്കുക. രജനി അങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ബഹളം വെക്കുക. അവിടുത്തെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞു. തലേ കയറണ്ടേ? മാഡം തന്നെ ഒന്ന് പറ. അമ്മേ. ഹലോ അമ്മേ. മോളെ, നന്ദന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട. അതെന്താ അമ്മേ? എന്റെ മോളെ, നന്ദൻ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നന്ദൻ സുഖമായിട്ടിരിക്കുന്നു. ഏ, സത്യമാണോ അമ്മേ? അതെ മോളെ. അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലോ. അല്ല മോളെ, ഞാൻ നന്ദനെ കണ്ടു. നന്ദ സുഖമായിട്ടിരിപ്പുണ്ടെന്ന് അമ്മ കണ്ടുന്ന്. സത്യത്തിൽ ജീവിതത്തിൽ ഇത്രയും സന്തോഷം ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ഈശ്വര. രജനി, നമ്മുടെ നന്ദൻ സേഫാ. നീ സമാധാനപ്പെട്. നന്ദൻ വീട്ടിൽ വന്നോ? അവനെന്താ പറ്റിയത്? നന്ദൻ വീട്ടിൽ വന്നിട്ടില്ല. വീഡിയോ കോള് വിളിച്ചാ ഞങ്ങൾ സംസാരിച്ചത്. നന്ദന്റെ അടുത്ത് ദേവികയുണ്ടായിരുന്നു. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ ഒന്ന് തെളിച്ചു പറ, എന്താ സംഭവം? എനിക്കും എന്തൊക്കെയാ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ദേവിക ഒക്കെ പറയാന്ന് പറഞ്ഞു. ദേവിക വരട്ടെ, നമുക്കൊക്കെ ചോദിച്ചറിയാം. അമ്മേ, അവ സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? സുഖായിരിക്കുന്നു. ഒട്ടും വിഷമിക്കണ്ടെന്ന് അവൻ പറഞ്ഞു. ഇവിടെ ചന്ദ്രമതി ഉണ്ടായിരുന്നു. അവളും സംസാരിച്ചു. കാര്യങ്ങളൊക്കെ സിദ്ധുവും ഹരിയേട്ടനും അറിഞ്ഞിട്ടാ നടന്നത്. അവരെല്ലാം പറയും. ശരി മോളെ, ഇനിയിപ്പോ ധൃതിപ്പെട്ട് വരണ്ട. ഞാൻ ഫോൺ വെക്കട്ടെ? ആ, ശരി അമ്മ. അത് ശരി. നന്ദൻ എവിടെയാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ? ആർക്ക്? എനിക്കൊന്നും അറിയില്ല. ദേ, കള്ളം പറയരുത്. ദേവിക അച്ഛനും ഗിരിയും ഒക്കെ കൂടി നന്ദൻ എവിടെ ഒളിപ്പിച്ചിരിക്കായിരുന്നു. ചേടാ, നന്ദൻ എവിടെയാന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ഈ ഗിരിക്ക് എല്ലാം അറിയായിരുന്നമ്മേ. എന്നിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. രജനി, ഞാൻ പറയാൻ വേണ്ട, മിണ്ടണ്ട. പോ. അത് ശരി, നന്ദനെ പോലീസിൽ ഏൽപ്പിക്കാതെ നാട് കിടത്തിയല്ലേ എല്ലാരും കൂടി. ദേ, അവള് പിണങ്ങി. ചെന്ന് സോപ്പിട്ടോ. ഇല്ലെങ്കി ഈ പേരും പറഞ്ഞ് ചന്ദ്രോത്ത് പോണോന്ന് പറഞ്ഞ് കരയും. ചെല്ലു. ആണോ? എന്താ മാഡം അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞ കാര്യം അരുന്ധതി മാഡത്തെ അറിയിച്ചായിരുന്നോ CP സർ? പറഞ്ഞു മാഡം. എന്നിട്ട് മാഡം എന്ത് പറഞ്ഞു? മാഡത്തിന് വലിയ വിഷമമായി, ഒരു ഷോക്കായിരുന്നു. എന്നാ CP സർ അടുത്തൊരു ഷോക്കും കൂടി പറയട്ടെ. എന്താണ് മാഡം? സത്യാണോ കള്ളമാണോ എന്ന് അറിയില്ല. ചിലപ്പോ വ്യാജ വാർത്തയായിരിക്കും. എന്താ മാഡം? ടെൻഷനാക്കാതെ ഒന്ന് പറയൂ മാഡം. സർ, ഋഷി ജീവിച്ചിരിപ്പുണ്ട്. സർ. എന്താ മാഡം എന്തായി പറയുന്നേ? CP സാറ് ഞെട്ടിയല്ലേ?
വാർത്ത കേട്ടപ്പോ ഞാനും ഞെട്ടി. എന്തായാലും ആള് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോ ഒരു സമാധാനം. ഋഷി ആര് കണ്ടുവന്നു? അല്ല മേഡം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയൂ. ഇതാരോ മേഡത്തെ പറ്റിച്ചതാ? ആ കേട്ടപ്പോ ഞാനും ഇത് തന്നെ ചോദിച്ചു, എന്നെ പറ്റിക്കല്ലേന്ന്. പക്ഷെ എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത് വെച്ച് അത് ഋഷി ആവാനാ സാധ്യത. ഞാൻ തർക്കിച്ചു. ചിലപ്പോ ഋഷിയുടെ പ്രേതത്തെ ആവും കണ്ടതെന്നും പറഞ്ഞു. നന്ദുവും പണ്ട് ഋഷിയുടെ പ്രേതത്തെ കണ്ടല്ലോ. സർ, അല്ല ഋഷിമോനെ നന്ദൻ കൊലപ്പെടുത്തിന്നൊക്കെ ജഡ്ജി പറഞ്ഞല്ലോ. അത് നന്ദു പറഞ്ഞല്ലേ. ഏതാ വിശ്വസിക്കേണ്ടെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാനും. അല്ല ഇതിപ്പോ മാഡം വളരെ രഹസ്യമായിട്ട് എനിക്ക് കിട്ടിയ വിവരമാ. മുൻപ് ഋഷിയുടെ മിസ്സിംഗ് കേസ് അന്വേഷണത്തിന്റെ പുറകെ ഞാൻ പോയിരുന്നല്ലോ. ഷാഡോ പോലീസിനെ കൊണ്ട് ഞാനൊരു ശ്രമം നടത്തിയിരുന്നു. ആ ടീമിലുള്ള ഒരാളാ ഋഷിയെ കണ്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഒരു റസാക്ക്. രഹസ്യ വിവരം ആയതുകൊണ്ട് മറ്റാരോടും ഞാനിത് പറഞ്ഞിട്ടില്ല, ചന്ദ്രോത്ത് പോലും. ഇതെന്തായാലും അരുന്ധതി മാഡത്തോട് പറയണ്ട. മാഡത്തിന് വെറുതെ ആശ കൊടുക്കണ്ട. ചിലപ്പോ എന്നോട് പറഞ്ഞതൊരു സംശയമാണെങ്കിലോ. മാഡം സത്യമാണെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കും. പാവം മാഡം. ഞാനും മാഡം ഒക്കെ ഒരുപോലെയാ. എനിക്ക് ഭർത്താവ്, മാഡത്തിന് മകൻ. രണ്ടുപേരെക്കുറിച്ചും ഒരു വ്യക്തതയും കിട്ടുന്നില്ല. അപ്പോ സിപി സാർ ഇത് സാർ മനസ്സിൽ വെച്ചിരുന്നാ മതി. എന്നാ സിപി സാർ ചെല്ല. ശരി മാഡം.
അയ്യോ ആരാ അയ്യോ അയ്യോ ആരാടോ താൻ? എന്ത് വേണം? താൻ ആരാണെന്ന്? ഞാൻ ആരാ ഞാൻ ആരാ ഞാൻ ആരാ ഞാൻ ആരാ ഞാൻ ആരാന്ന് എന്നോട് ചോദിച്ചാ എനിക്കറിയത്തില്ല. തനിക്ക് തലയ്ക്ക് സുഖമില്ലേ? എല്ലാരും ഇത് തന്നെയാ ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് വട്ടൊന്നുമില്ല കേട്ടോ. വട്ടില്ല. ഈ ലോകത്തിനാ വട്ട്. ഭ്രാന്തനല്ലേ? അവിടെ നിൽക്കരുത്. എഴുന്നേറ്റ് പോ. എനിക്ക് വിശക്കുന്നു. കുറച്ച് ചോറ് തരുവോ? വിശക്കുന്നു. കുറെ ദിവസമായി ചോറ് തിന്നിട്ട്. ചോറൊന്നും ഇല്ല. ഇയാളത് പൊയ്ക്ക. ഭ്രാന്ത് ഇല്ലാത്തവർക്കും വിശപ്പ് വന്നാ ഭ്രാന്ത് എടുക്കും. അപ്പൊ പിന്നെ ഭ്രാന്ത് കൂടെ ഉണ്ടെങ്കിലോ? വിശപ്പ് വിശപ്പ് അയ്യോ വിശപ്പ്. ഇതെന്തൊരു കഷ്ടമായത്. എനിക്ക് വിശക്കുന്നു. കർത്താവിനെ ഓർത്ത് എന്തെങ്കിലും തരുവോ? എന്തെങ്കിലും മതി. ദേ അനങ്ങാതെ അവിടെ ഇരുന്നോണം. ഇരുന്നോളാം. ഞാനിപ്പോ എടുത്തോണ്ട് വരാം. ഓരോ മരണങ്ങളും വന്ന് കേറിക്കോളും. ആ എസ്തപ്പം കണ്ട ആകെ പ്രശ്നമാവും. കർത്താവേ. ചോദിച്ചിട്ടില്ലേ? ഞാൻ അവരോട് ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് കയറി? എനിക്ക് വിശക്കുന്നു. ചോറ് തരാന്ന് പറഞ്ഞു. ഒരു വിശപ്പ്. അയ്യോ ഒന്നും ചെയ്യില്ലേ. പുറത്തുനിന്ന് വിളിച്ചാ പോലായിരുന്നോ? അയ്യോ നീ എന്തിനാണ് എന്നെ പറമ്പിൽ കയറിയേ? എന്നെ ഒന്നും ചെയ്യല്ലേ. പറഞ്ഞേ. എന്നെ വിടണേ. അയ്യോ ഞാൻ ഇപ്പൊ ചാവും. ചോദിച്ചിട്ടില്ലേ? പിടിവിടണേ. അയ്യോ സത്യം പറയടാ. കൊല്ലല്ലേ. നീ ആരാ? ഞാൻ ഒന്നും ചെയ്തില്ല. നിന്നെ ഞാനൊന്ന് കൊല്ലൂടാ. എന്തായി കാണിക്കുന്നത്? അയ്യോ അയാളെ വിട്. ദേ, തലയ്ക്ക് സുഖമില്ലാത്ത മനുഷ്യനാ. ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ കൊടുത്തേക്കാവെന്ന് കരുതിയതാ. ഈ കോമ്പോട്ടിനകത്ത് വേറെ ആരും കേട്ടാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ? തിന്നിട്ട് പൊയ്ക്കോട്ടെ. അകത്തോ കൊണ്ടുപോ. പറഞ്ഞേക്ക്. അയ്യോ അങ്ങനെ പറയല്ലേ സാറേ. വിശന്നിട്ട് വയ്യ. അയ്യോ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. സാറേ. അയ്യോ അയാള് തിന്നോണ്ട് പോട്ടെ. എസ്തപ്പാനെ. അയ്യോ സാറേ എനിക്ക് ഇത് തിന്നോണ്ട് പോട്ടെ എസ്തപ്പാനെ. അയാളിത് കഴിച്ചിട്ട് പോട്ടടാ. നിനക്ക് പ്രാക്ക് കിട്ടൂടാ. മേലായി പറമ്പിൽ കണ്ടുപോകരുത്. അയ്യോ സാറേ എസ്തപ്പാനെ. ഞാൻ പൊക്കോളാം സാറേ. സാറേ ഞാൻ ആ ചോറ് വാങ്ങിച്ച് തിന്നോട്ടെ സാറേ. ഇന്നാ, സാറേ കൊടു. എന്റെ കർത്താവേ ഇതെന്തൊരു കഷ്ടമായത്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല നാളെ. ഒരിക്കൽ കൂടി ആവർത്തിച്ചിട്ടുണ്ടല്ലോ. നോക്കിയോ? കേറി പോകുന്നു. മാഡം മാഡം എന്താ സി പി ഇങ്ങനെ ഓടിക്കച്ച് വരുന്നേ? എന്തു പറ്റി? കാര്യങ്ങൾ കൈവിട്ടു പോവാ മാഡം. എന്താ സി പി? ഋഷി ജീവിച്ചിരിക്കുന്നു പോലീസിന് അറിവ് കിട്ടിയിട്ടുണ്ട്. ഇനി ആകെ പ്രശ്നമാവും. ഇത് സി പി എങ്ങനെ അറിഞ്ഞു? ദേവിക പറഞ്ഞു. ദേവികയോ? ആ പതിവ് പോലെ തന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഈ കാര്യം പറയാനാ.
വിശദമായിട്ട് പറ സിപി. അവനെ കുറിച്ച് എങ്ങനെ പോലീസ് അറിഞ്ഞേ? ആരെ സൂചന കൊടുത്തേ? ഋഷി എവിടെയുണ്ടെന്ന് അറിഞ്ഞേ? ഒക്കെ പറ. അത്ര വിശദമായിട്ടൊന്നും ദേവിക പറഞ്ഞില്ല മാഡം. മുമ്പ് ഋഷിയുടെ മിസ്സിംഗ് കേസിന്റെ കാര്യത്തിൽ പോലീസിന്റെ സഹായം ദേവിക തേടിയിരുന്നു. ഇപ്പോ അന്നത്തെ ഷാഡോ പോലീസിന്റെ ടീമിലുള്ള ഏതോ ഒരുത്തിന് വിവരം കിട്ടിയെന്നാ പറയുന്നേ. എങ്ങനെ അറിഞ്ഞുവെന്നോ എവിടെ വെച്ച് അറിഞ്ഞുവെന്നോ അതിലൊന്നും യാതൊരു പ്രസക്തിയില്ലല്ലോ മാഡം. കാര്യം ലീക്കായില്ലേ? കേസ് തലകുത്തനെ മാറിയില്ലേ? നമ്മൾ എല്ലാരും അകത്ത് പോവും. സിപി, എന്താ മാഡം? ദേവിക നമ്മുടെ ശത്രുപക്ഷത്താ ആണല്ലോ. അതെ. ആ സാഹചര്യത്തിൽ ഇങ്ങനൊരു വിവരം ദേവിക അറിഞ്ഞാ അത് CPയെ വിളിച്ച് പറയോ? നമ്മളെ അറിയിക്കാൻ ശ്രമിക്കോ? എത്രയും പെട്ടെന്ന് തന്നെ ഋഷിയെ അറസ്റ്റ് ചെയ്യിക്കാനല്ലേ ദേവിക ശ്രമിക്കൂ.